നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണവില ഉയർന്നതോടെ ഇരുചക്ര വാഹനത്തിലെത്തി മാലമോഷണം നടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെയും വഴിയിലൂടെ നടന്നു പോകുന്നവരെയും അടിച്ചു വീഴ്ത്തിയാണ് ഇത്തരക്കാർ മോഷണം നടത്തുന്നത്. എന്നാൽ ആൺവേഷം കെട്ടി ഗർഭിണിയായ യുവതി, അതും ഭർത്താവിനൊപ്പം അതിവിദഗ്ധമായി നടത്തിയ മോഷണം പോലീസ് കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. 5 മാസം ഗർഭിണിയായ യുവതിയെയും ഭർത്താവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കരുവാറ്റ വടക്ക് കൊച്ചുകടത്തേരിൽ പ്രജിത്ത്, ഭാര്യ രാജി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. മെയ് 25 രാത്രി 7:30 മുട്ടത്ത് നിന്ന് 4 കെട്ടും കവലയിലേക്കുള്ള NTPC റോഡിലായിരുന്നു സംഭവം നടന്നത്. പ്രജിത്ത് ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ ആൺവേഷം കെട്ടിയാണ് രാജി ഇരുന്നതെന്നും മോഷണശേഷം വേഷം മാറിയാണ് ഇരുവരും രക്ഷപ്പെട്ടതെന്നും കേസ് അന്വേഷിച്ച കരിയിലക്കുളങ്ങര SHO N സുനീഷ് പറഞ്ഞു. രാമപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഗർഭിണിയായ യുവതിയുടെയും അതുപോലെ തന്നെ ഭർത്താവിന്റെയും ആക്രമണത്തിന് ഇരയായത്. ആര്യയുടെ സ്കൂട്ടറിന് പിന്നിൽ പ്രതികൾ സ്കൂട്ടർ ഇടിച്ചു കയറ്റുകയായിരുന്നു. തെറിച്ചു വീണ ആര്യയെ രക്ഷിക്കാനെന്ന അഭാവത്തിൽ എഴുന്നേൽപ്പിച്ച ശേഷം മാല പൊട്ടിക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. അപകടം തിരിച്ചറിഞ്ഞ ആര്യ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രജിത്ത് മുടിക്ക് പിടിച്ചു നിർത്തി കൈച്ചെയിനും അതുപോലെ പാദസരങ്ങളിലൊന്നും മോതിരവും ഊരിയെടുത്തു. തുടർന്ന് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം ശക്തമായി മഴയുണ്ടായിരുന്നു. മോഷണത്തിനിടെ പ്രതികൾ ആര്യയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വെള്ളക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. തന്നെ ഇടിച്ചു വീഴ്ത്തിയത് 2 പുരുഷന്മാരാണെന്നായിരുന്നു ആര്യയുടെ മൊഴി. എന്നാൽ ചില CCTV ദൃശ്യങ്ങളിൽ പുരുഷനെയും സ്ത്രീയെയും കണ്ടു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയാണ് കരുവാറ്റയിലെ വീട്ടിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. മോഷണശേഷം കായംകുളം ഭാഗത്തേക്കാണ് പ്രതികൾ പോയത്. ഇതിനിടയിൽ പ്രജിത്ത് വസ്ത്രം മാറി. കായംകുളത്തെത്തിയ ശേഷമാണ് രാജി ധരിച്ചിരുന്ന വസ്ത്രം മാറിയത്. പിടിച്ചുപറിച്ച ആഭരണങ്ങൾ പ്രതികൾ വിറ്റിരുന്നു. പോലീസ് ഇത് വീണ്ടെടുത്തിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടറും കണ്ടെടുത്തു. ഡാണാപ്പടിയിലെ ഒരു കടയിൽ ആഭരണങ്ങൾ വിറ്റ ശേഷം തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ കറങ്ങിയ പ്രതികൾ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയതും പിടിയിലാകുന്നതും. അതേസമയം ജയിലിലെ പരിചയം സൗഹൃദമാകുകയും ഇരുചക്ര വാഹനത്തിൽ ഒരുമിച്ചെത്തി ബാലമോഷണം നടത്തിയ 3 അംഗ സംഘം പോലീസ് പിടിയിലായിരുന്നു. ആദിച്ചനല്ലൂർ കുതിരപ്പന്തിയിൽ വീട്ടിൽ ജയചന്ദ്രൻ പിള്ള മകൻ ഗോകുൽ, കാരേറ്റ് കല്ലറ പള്ളിമുക്കിൽ ചരുവിള വീട്ടിൽ ഫാറൂഖ് മകൻ റഹീം, കൊല്ലം പുള്ളിക്കട പുതുവൽ പുരയിടത്തിൽ രതീഷിന്റെ ഭാര്യ സുമലക്ഷ്മി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. മെയ് 22 വൈകിട്ട് 5:30 ആശ്രാമം AKY ഓഡിറ്റോറിയത്തിന് സമീപത്ത് വീട്ടിലേക്ക് നടന്നുപോയ യുവതിയുടെ 5 പവൻ തൂക്കം വരുന്ന മാല കവർച്ച നടത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത്. 1ഉം 2ഉം പ്രതികൾ മോഷണം നടത്തിയ സ്വർണമാല സുമലക്ഷ്മിയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നത്. സമാന രീതിയിൽ ചാത്തന്നൂരിലും പാരിപ്പള്ളിയിലും മാല മോഷണം നടത്തിയത് ഇവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന്റെ മേൽനോട്ടത്തിൽ കൊല്ലം സിറ്റി ഡാൻസാഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും ചേർന്നാണ് 2ഉം 3ഉം പ്രതികളെ പിടികൂടിയത്. ഗോകുലും റഹീമും മുൻപ് മോഷണ കേസുകളിൽ പോലീസ് പിടിയിലായിട്ടുണ്ട്. ജയിൽവാസകാലത്ത് പരിചയത്തിലായ ഇരുവരും ജയിൽവാസത്തിന് ശേഷം ഒരുമിച്ച് മോഷണത്തിന് ഇറങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.